ഇയർ 1954, 1954 വരെ ഒരു മനുഷ്യനെ കൊണ്ട് 1 മൈൽ ദൂരം, അതായത് ഓൾമോസ്റ്റ് 1.6 കിലോമീറ്റേഴ്സ്, 4 മിനിറ്റ് താഴെ സമയത്തിൽ ഓടാൻ പറ്റില്ല എന്നായിരുന്നു അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഫിസിക്കലി അത് ഇമ്പോസിബിൾ ആണെന്നായിരുന്നു അവരുടെ ധാരണ. അന്നത്തെ ഡോക്ടേഴ്സ് വരെ പറഞ്ഞിരുന്നത് അത്ര ചെറിയ സമയത്തില് അത്ര ദൂരം ഒരു മനുഷ്യൻ ഓടിയ അവരുടെ ഹാർട്ട് എക്സ്പ്ലോഡ് ആയി പോകുന്നതാണ്. 1954 റോജർ ബാനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരൻ ആ ഡിസ്റ്റൻസ് 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന്റെ വരുന്ന ആഴ്ചകളിൽ പല പല ആൾക്കാരും ഈ ആള് ചെയ്തു വെച്ച റെക്കോർഡ് ബ്രേക്ക് ചെയ്യാണ്. അതായത് 3 മിനിറ്റ് 59 സെക്കൻഡിൽ താഴെ സമയത്തില് ഇവരെല്ലാവരും 1 മൈല് ഓടി തീർക്കുന്നു. പുള്ളിയുടെ റെക്കോർഡെല്ലാം ബ്രേക്ക് ചെയ്യുന്നു. ഇവരുടെ ആരുടെയും ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ എബിലിറ്റീസ് ആയിരുന്നില്ല, അവരുടെ മൈൻഡ് ആയിരുന്നു. ഒരാൾ ചെയ്തു, അപ്പോ ബാക്കിയുള്ളവരും ചെയ്തു. ഫിസിക്കലി ആർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല, അവരുടെ മൈൻഡ് മാത്രമായിരുന്നു അവിടുത്തെ ലിമിറ്റേഷൻ. നമ്മുടെ ഒരു സാധാരണക്കാരന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റൂല, ജിമ്മിൽ പോകാൻ പറ്റൂല. നമ്മൾ പലരും നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യമാണ് ഇതെല്ലാം. ട്രൈ പോലും ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഈ എക്സാമ്പിൾ ആദ്യമേ പറയാൻ കാരണം വേറൊന്നുമല്ല, കുറച്ചാൾ മുമ്പ് വരെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഇയർ, 6 മാസം മുമ്പ് വരെ ഓണസ്റ്റ് ആയിട്ട് പറയാം, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം കല്യാണം കഴിയുമ്പോഴും പ്രൊമോഷൻസ് കിട്ടുമ്പോഴും അവരുടെ സാലറി എല്ലാം കൂടുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഇനി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ടേമാണ് സെറ്റിലായി, അവര് സെറ്റിലായി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കാണുമ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു, എന്നോട് തന്നെ പറയായിരുന്നു, എന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഇതെല്ലാം അത്രയ്ക്ക് ലക്കുള്ള അല്ലെങ്കിൽ ജനറേഷണൽ വെൽത്ത് ഉള്ള ആൾക്കാർക്കെല്ലാം പറ്റിയ കാര്യമാണെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും, എഴുതും തോറും, വായിക്കും തോറും എനിക്ക് മനസ്സിലായ 4 കാര്യങ്ങളുണ്ട്. അതായത് 4 ഫ്രേസസ് എന്റെ മനസ്സിലുണ്ടായിരുന്ന, ഞാൻ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അതെന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു സാധാരണക്കാരൻ മറ്റൊരു സാധാരണക്കാരനോട് തുറന്നു പറയുന്നു എന്ന് മാത്രം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഐ കനോട്ട്. 1954 വരെ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് ഒരു മനുഷ്യന് ഓടാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാര്യം ഒരാൾ വന്ന് മാറ്റി തെളിയിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായി, ഐ കനോട്ട്, എനിക്ക് പറ്റില്ല എന്നുള്ള മെന്റാലിറ്റി മാറി എന്റെ മൈൻഡിലായിരുന്നു എല്ലാം ഇരുന്നത്, എനിക്കും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ദർ ഈസ് ടു മച്ച് കോമ്പറ്റീഷൻ. എവിടെ നോക്കിയാലും കോമ്പറ്റീഷൻ. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലും കൂടിയാണ് ജീവിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ കൺജഷൻ എല്ലാം. ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് 200-300 ആപ്ലിക്കൻസ് ഓൾറെഡി മിക്കവാറും ഉണ്ടാവും. ഒരു പ്രൊമോഷന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 4-5 പേരെങ്കിലും അതിനു വേണ്ടി സീക്രട്ട്ലി എങ്കിലും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എന്റെ ജീവിതത്തിൽ കോർപ്പറേറ്റ് ജോബ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് സേഫ് ആയിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അതായത് ഇത് എനിക്കുള്ളതല്ല, പ്രൊമോഷനൊന്നും എനിക്ക് നടക്കൂല. എന്റെ അടുത്ത് വീട്ടിൽ വരെ ചോദിക്കാറുണ്ട് പ്രൊമോഷൻ ഒന്നും ആയില്ലെന്ന്. അപ്പൊ ഞാൻ പറയും, ഈ കമ്പനിയിൽ അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ഇല്ല. ഇല്ലാത്തതുകൊണ്ടല്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ തന്നെ മടിയായിരുന്നു. കാരണം കോമ്പറ്റീഷൻ ആണ്, എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ റിയൽ ട്രൂത്ത് എന്താണെന്നറിയോ? നമ്മൾ കൂടുതലും ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതലുള്ളത് ആവറേജ് സോണിലാണ്. അതായത് ഒരാൾക്ക് 9 to 5 ജോബാണ് വേണ്ടത്, അതിനുവേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടാവും. എല്ലാവർക്കും വേണ്ടത്, കൂടുതൽ മെജോറിറ്റിക്കും വേണ്ടത് 9 to 5 ജോബാണ്. അവിടെ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സും റീൽസും ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും സേഫ് സോണിലാണ്. സേഫ് സോണിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചിന്തിച്ചു നോക്കാം. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിഗ്നലിൽ നമ്മൾ കിടക്കാണ്. ഒരു 100 കാറുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. എല്ലാവരും കിടന്ന് ഹോൺ അടിക്കുന്നു, ഒരു സമാധാനമില്ല, എല്ലാവർക്കും ദേഷ്യം. രാവിലെയാണ്. നമുക്കപ്പോ വേണമെങ്കിൽ വേറൊരു റൂട്ട് എടുത്ത് പോവാം. അധികം കൺജഷൻ ഇല്ലാത്ത, കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താവുന്ന റൂട്ട് വഴി പോവാം. പക്ഷെ അപ്പൊ ചിലപ്പോ പലരും ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റൂട്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ പോയാൽ ചിലപ്പോ അവിടെയും ഓൾറെഡി തിരക്കുണ്ടാവാം, പലരും നമ്മളെ ഫോളോ ചെയ്ത് വരാം. അപ്പോൾ ആ ഒരു എക്സാമ്പിളും പറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ബേസിക് കോഡിംഗ് ഒക്കെ അറിയായിരിക്കും. മാസ് റിക്രൂട്ട്മെന്റ് വരുന്ന IT ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഡൊമെയിൻ ബേസ്ഡ് ആയിട്ടുള്ള മാത്രം
കോഡിങ്ങിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെ. ഇപ്പോ പൈത്തൺ ആണെങ്കിലും ഫൈനാൻസിന് വേണ്ടി പൈത്തണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, മാനുഫാക്ചറിങ് സെക്ടറിന് വേണ്ടി മാത്രം AI ടൂൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഒരു പേഴ്സണൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡ്സ് മാത്രം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏതെങ്കിലും ഒരു സെക്ടറിലെ മാത്രം സ്റ്റോക്സുകളുടെ ട്രെൻഡ്സ് കാണിക്കുന്ന ഒരു ഡാഷ്ബോർഡ് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് സെല് ചെയ്യണമെന്നല്ല പറയണേ, അത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റ് ആണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല, കൂടുതൽ ചിന്തിക്കുന്നതോറും എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രോബ്ലം ശരിക്കും കോമ്പറ്റീഷൻ അല്ല, എല്ലാവരും കൂടി ഒരേ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാവരും ഒരേ ക്യൂവിലാണ് നിൽക്കുന്നത്. എല്ലാവരും സെയിം കോഴ്സ് പഠിച്ച് സെയിം ജോബിന് അപ്ലൈ ചെയ്താൽ അവസാനം ഒന്നും കിട്ടാതെ കാനഡയ്ക്ക് തന്നെ പോകേണ്ടി വരും. മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് മോർ ഈസ് ഈക്വൽ ടു ബെറ്റർ. ഇത് ശരിക്കും ഒരു ട്രാപ്പാണ്, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്താൽ അതെന്നെ ഹാപ്പി ആക്കും എന്നുള്ളൊരു ചിന്താഗതി. കൂടുതൽ സാലറി, വലിയൊരു വീട് അല്ലെങ്കിൽ വലിയൊരു ഫോൺ, കൂടുതൽ ഫോളോവേഴ്സ്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. പക്ഷെ ആ ഒരു ഗോളിൽ റീച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ അടുത്ത ഗോളിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും. ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും അവിടെ ഇല്ല. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്തതിന് വേണ്ടി ചേസ് ചെയ്യാൻ തുടങ്ങും. ട്രെഡ്മില്ലിൽ ഓടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര സ്പീഡിൽ ഓടിയാലും നിൽക്കുന്നത് അവിടെ തന്നെയായിരിക്കും. 20,000 രൂപയുടെ നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാള് ഫ്രണ്ടിന്റെ കയ്യിലിരിക്കുന്ന ഒരു 60,000 രൂപയുടെ ഐഫോൺ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഓ എന്റെ ഫോൺ ചീപ്പാണ്. 30,000 രൂപ മാത്രം സാലറി ഉണ്ടായിരുന്നപ്പോ ഞാൻ ബാംഗ്ലൂര് ആ പൈസക്ക് ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, EMI അടച്ചിട്ടുണ്ട്. പക്ഷെ സാലറി കൂടി, പൈസ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷെ അതിന്റെ ഒപ്പം EMIയുടെ ചാർജുകളും കൂടി, സമയം ഒട്ടും ഇല്ലാത്ത അവസ്ഥയുമായി. ഞാൻ ഈയിടയ്ക്ക് എവിടെയോ വായിച്ചൊരു കാര്യമുണ്ട്, ഡിസയർ ഇസ് എ കോൺട്രാക്ട് യു മേക്ക് വിത്ത് യുവർ സെൽഫ് ടു ബി അൺഹാപ്പി അൺടിൽ യു അച്ചീവ് യുവർ നെക്സ്റ്റ് ഗോൾ. ആലോചിച്ച് നോക്കിയാൽ കുറച്ച് സങ്കടകരമായ കാര്യമാണ്. നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുന്നു, അടുത്ത ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ ഞാൻ സാഡ് ആയിരിക്കുന്നു. നാലാമതായിട്ട് ഒരു കാര്യം കൂടി പറയാം, ഇറ്റ്സ് വൺ ഓർ ദി അതർ. സൊസൈറ്റി നമുക്ക് എപ്പോഴും തരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നുകിൽ ഇത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഒന്നുകിൽ ഒരു സ്റ്റേബിൾ ജോബ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പാഷൻ ഫോളോ ചെയ്യുക. 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അവന്റെ പാഷനും കൂടി ഫോളോ ചെയ്തുകൂടാ? ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, ഫിലിം മേക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. എന്നാൽ 9 to 5 ഒരു ജോബും ഉണ്ടാവും. സൊസൈറ്റി നമ്മുടെ അടുത്ത് പറയുന്നത് ഒന്നുകിൽ ഇത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ബട്ട് നമുക്ക് പ്രാക്ടിക്കലി ക്രിയേറ്റീവ്ലി കൊണ്ടുപോകൂടെ രണ്ടും? ശരിയാണ്, ഒന്ന് പാഷനാണ്, ഇത് സ്റ്റെബിലിറ്റി ആണ്. നമുക്ക് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൂടെ? പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ഇന്നൊരാൾക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം കണ്ടെത്താൻ പറ്റൂല അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്ന്. അതിലും പല പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എത്രയോ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള റിമോട്ട് ജോബ്സ് ഇന്നും ലിങ്ക്ഡിനിലൊക്കെ എല്ലാ ദിവസവും വരുന്നറിയോ? നമ്മൾ എത്ര പേര് അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ടെക് ജോബ്സ്. അതുപോലെ നമ്മുടെ തന്നെ കൊച്ചിയിലും തൃശ്ശൂരൊക്കെ എത്രയോ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസീസ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു മാസം. അതായത് സ്വയം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സുകളിൽ കൂടി. ഇതൊന്നും ഈസി ആണെന്നോ ഇവിടെ ഒന്നും കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ സൊസൈറ്റി നമ്മുടെ അടുത്ത് പലപ്പോഴും എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയും. ഒന്നെങ്കിൽ കേരളത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവാ, യൂറോപ്പിലേക്ക് പോവാ, അല്ലെങ്കിൽ കാനഡയിലോട്ട് പോവാ. ഒരു വർക്കിംഗ് മോമിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ജോലിക്ക് പോകുന്ന ഒരു അമ്മ, കൊച്ചുങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യമാണ്, ചെറിയ കൊച്ചുങ്ങളൊക്കെ ഉള്ള എന്നാ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരോട് അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയുന്ന കാര്യം, കണ്ടില്ലേ അവള് ജോലിക്കെല്ലാം പോകുന്നു, പിള്ളേര് ഏത് നേരവും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമാണ്, പാവം കൊച്ചുങ്ങൾ എന്നൊക്കെ. പക്ഷെ അവിടെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ആ അമ്മ ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ ആയിരിക്കാം, 2 ഇൻഡിപെൻഡൻസ് ആയിരിക്കാം, കോൺഫിഡൻസ് ആയിരിക്കാം. നമ്മളൊക്കെ കൂടുതൽ പേരും അച്ഛനമ്മമാരോടൊപ്പം ഡേ 1 തുടങ്ങി ഇപ്പോഴും ജീവിക്കുന്നവരായിരിക്കും അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് നമുക്കുണ്ടോ? എനിക്ക് തോന്നുന്നു അതിനും നല്ലത് അമ്മമാര് ജോലിക്ക് പോയിട്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ജീവിക്കുന്ന കൊച്ചുങ്ങൾക്കായിരിക്കും കുറച്ചും കൂടി കോൺഫിഡൻസും ഇൻഡിപെൻഡൻസും എല്ലാം കൂടുതൽ. അതായത് അംബീഷനും ലവും അവിടെ കോ എക്സിസ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഇത്രേ ഉള്ളൂ, സൊസൈറ്റി നമ്മളെ ഏത് നേരവും എങ്ങനെയെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഒന്നെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇത്. സോ ഇറ്റ്സ് വൺ ഓർ ദി അതർ എന്ന് പറഞ്ഞ ട്രാപ്പിലേക്ക് നമ്മൾ വീണ് പോകരുത്.
ഈ 4 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് മനസ്സിലായതും ഞാൻ ഇപ്പൊ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് ഒന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചത്. ഇത് ആരെങ്കിലും ഒരാളെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ഏറ്റവും ആദ്യത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ, ഐ കനോട്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനിയെങ്കിലും ഐ കനോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് യെറ്റ് എന്നും കൂടി ആഡ് ചെയ്യാം. ഐ കനോട്ട് യെറ്റ്. അതായത് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷെ പറ്റാം, എന്നെ കൊണ്ട് പറ്റും, ചിലപ്പോൾ അത് ഫ്യൂച്ചറിലായിരിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു ഡോറും കൂടി അവിടെ ഓപ്പൺ ആക്കിയിട്ടാണ്, ക്ലോസ് ചെയ്ത് കളയുന്നതിന് പകരം ഐ ക്യാൻ ഡു ഇറ്റ്. മേ ബി ഐ കാൺ ഡു ഇറ്റ്, ബട്ട് നോട്ട് യെറ്റ്.